ബിസ്മില്ല വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ നമുക്കും ഇവിടെ സുഖമാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് കേക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പെർഫെക്ഷനുള്ള ചോക്ലേറ്റ് കേക്ക് എന്നൊന്നും പറയുന്നില്ല, അപ്പോൾ നമുക്ക് പറ്റുന്ന രീതിയിലൊന്നും ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ 3 മുട്ട എടുക്കാം. 3 മുട്ടയ്ക്ക് 250 ml കപ്പിൽ 3/4 കപ്പ് പഞ്ചസാര എടുക്കാം. ഒരു നുള്ളു ഉപ്പെടുക്കാം. നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. നമുക്ക് വിസ്കോ ഇല്ല നമ്മളെ കയ്യിൽ എന്തുണ്ട് അത് നമുക്ക് സ്പൂണിലോ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുത്താൽ മതി. മുട്ട നല്ല രീതിയിലൊന്ന് മിക്സ് ആയതിന് ശേഷം വെനില എസൻസ് നമുക്കൊരു 2-3 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. മുട്ട നല്ല രീതിയിലൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് 250 ml കപ്പിൽ ഒരു 3/4 കപ്പ് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതേ 250 ml കപ്പിൽ നമുക്ക് 1 കപ്പ് ഫുള്ള് മൈദ ഇട്ട് കൊടുക്കാം. കുറച്ച് മൈദ ഇട്ടിട്ട് നമുക്ക് മിക്സാക്കി എടുക്കാം. പിന്നെ നമുക്ക് കൊക്കോ പൗഡർ നമുക്ക് 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കാം. കേക്കിൻ്റെ മിക്സ് എല്ലാവർക്കും മിക്സാക്കാൻ അറിയാമെന്ന് വിചാരിക്കുന്നു. കട്ട് ആൻഡ് ഫോൾഡ് മെത്തഡിൽ നമുക്ക് മിക്സാക്കി എടുക്കാം. നമുക്ക് നമ്മളുടെ മുട്ടയെ ഒന്ന് പത മാറി കിട്ടാതെ നല്ല രീതിയിലൊന്ന് സ്മൂത്തായിട്ട് ഹാൻഡിലാക്കാം. നമുക്ക് ബാറ്റർ കുറച്ച് കട്ടി വന്നാൽ നമുക്ക് പാൽ ഒരു 250 ml കപ്പിൽ തന്നെ നമുക്ക് ഒരു അരക്കപ്പിൽ 1/4 കപ്പ് നമുക്ക് പാലെടുത്ത് വെക്കാം. എന്നിട്ട് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കതിൻ്റെ ബാറ്റർ കറക്റ്റായ രീതിയിൽ നമുക്കറിയാമല്ലോ കേക്കിൻ്റെ ബാറ്റർ കറക്റ്റായ രീതിയിലൊന്ന് ആക്കിയെടുക്കാം. പാലൊഴിച്ചിട്ട് അപ്പോൾ കേക്കിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻസ് ഞാൻ മറന്നുപോയി. അപ്പോൾ അതെന്തെന്ന് പറഞ്ഞാൽ ബേക്കിംഗ് പൗഡർ. അപ്പോൾ അത് മറന്നു പോയതിന് ഇപ്പോൾ എന്താ ചെയ്യുക, കേക്കിന് നമ്മൾ ലാസ്റ്റായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നല്ലോണം ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് അതിൽ പാലൊഴിക്കുന്നുണ്ട്. അത്ര തന്നെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമുക്കൊരു കേക്കിൻ്റെ ഒഴിക്കാൻ പറ്റുന്ന ഒരു പാത്രം എടുത്തിട്ട് നമുക്കതിൽ ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കാം. ബട്ടർ പേപ്പർ ഇല്ലാത്തവരൊന്ന് ജസ്റ്റ് ഒന്ന് ഓയിൽ ബ്രഷ് ആക്കിയിട്ട് അതിൽ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് അതിനൊന്ന് ഡസ്റ്റാക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ടാവില്ലേ അതെല്ലാം ഒന്ന് നീറ്റായിട്ട് അതിലിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ടാപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഓവനുള്ളവർ ഓവനിൽ വെക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഓവൻ ഇല്ലാത്തവർക്ക് നമ്മുടെ നല്ല അടി കെട്ടിയുള്ളൊരു പാൻ ഗ്യാസിൽ മുമ്പേ തന്നെ ഒരു 10 മിനിറ്റ്സ് മുമ്പേ തന്നെ നല്ല രീതിയിലൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് അതിലോട്ട് നമ്മൾ ഈ കേക്കിൻ്റെ പാത്രം അതിലൊഴിച്ച് വെച്ചെടുക്കുക. ഒരു 45 മിനിറ്റ് നമുക്ക് അതൊന്ന് ബേക്കാക്കി എടുക്കാം. അൽഹംദുലില്ലാ. അപ്പോൾ ഇനി നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 100 ഗ്രാം ചോക്ലേറ്റ്, അതായത് ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കട്ടാക്കി എടുക്കാം.
നമ്മൾ കട്ടാക്കിയെടുത്ത ഡാർക്ക് ചോക്ലേറ്റിലേക്ക് നമുക്ക് 2.5 സ്പൂണ് വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഡബിൾ ബോയിലർ മെത്തേഡ് യൂസ് ആക്കാം. പക്ഷേ ഞാൻ യൂസ് ആക്കുന്ന മെത്തേഡ് കാണിച്ചു തരാം. നമുക്ക് നല്ല രീതിയിലൊരു സ്റ്റീൽ പാത്രം എന്നല്ല, ഏത് പാത്രമാണെങ്കിലും അതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് നല്ല രീതിയിലൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഗ്യാസ് ഓഫാക്കിയിട്ട് നമുക്ക് ആ ചോക്ലേറ്റിന് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് അടുപ്പൊന്ന് അടച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് വെച്ചാൽ നമുക്ക് നല്ല രീതിയിലൊന്ന് മെൽട്ടായി കിട്ടും. മെൽട്ടായിട്ടില്ലെങ്കിൽ ഒരു 2 മിനിറ്റും കൂടി എക്സ്ട്രാ ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ റെഡി ആയിക്കോളും നമ്മളെ ചോക്ലേറ്റ് ഗനാഷ്. അപ്പോൾ ഇനി നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് 2 സ്പൂൺ ഷുഗർ ഇടാം. ഒരു അര കപ്പ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് നല്ല രീതിയിലൊന്ന് തിളച്ച് കിട്ടുമ്പോൾ മാറ്റി വയ്ക്കുക. ഒരു 40-45 മിനിറ്റിൽ നമ്മളെ കേക്ക് അങ്ങ് റെഡിയായി കിട്ടും. നമ്മൾ ഈ ബട്ടർ പേപ്പർ ഇട്ടത് കൊണ്ട് അപ്പം തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ നല്ല രീതിയിലൊന്ന് ആറി കിട്ടിയതിന് ശേഷം നമുക്ക് കേക്കൊന്ന് മാറ്റി പ്ലേറ്റിലോട്ട് മാറ്റി നമുക്ക് കട്ടാക്കി എടുക്കാം. കേക്ക് കട്ടാക്കിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് നമുക്ക് ഷുഗർ സിറപ്പൊന്ന് നല്ലോണം ഒന്ന് വെട്ടാക്കി കൊടുക്കുക. കേക്കിന് നല്ല രീതിയിലൊന്ന് ഒഴിച്ച് എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റ് ഗനാഷ് അതിൻ്റെ മേലിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് പിന്നെയും സെയിം അതേപോലെ തന്നെ ഇനിയൊരു കേക്ക് കൂടി അതിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് ഒന്ന് സെറ്റാക്കി എടുക്കാം. അൽഹംദുലില്ലാ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കട്ടാക്കി നോക്കുമ്പോൾ നല്ല രീതിയിലൊന്ന് ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ കുറച്ചും കൂടി ഹാർഡായി പോകുമെന്ന് തോന്നുന്നു, ചോക്ലേറ്റ് ആയതുകൊണ്ട്. സോ നമുക്ക് അങ്ങനെ വെച്ച് കഴിക്കാൻ ഇഷ്ടപ്പെടും. കുട്ടികൾക്കെല്ലാം നല്ല രീതിയിലൊന്ന് ഇഷ്ടപ്പെടും. അപ്പോൾ എന്ത് ചെയ്യാം, ഇൻഷാ അല്ലാ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാ ഇനിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.